നെക്സ്റ്റ് വൺ ഷേപ്പ് ഫംഗ്ഷൻ ഫോർ ബീം എലമെന്റ് ആണ്. നമ്മൾ ബീം എലമെന്റിന്റെ ഷേപ്പ് ഫംഗ്ഷൻ ഡെറൈവ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു വൺ ഡയമെൻഷണൽ ബാർ എലമെന്റിന്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തായിരുന്നു. ഷേപ്പ് ഫംഗ്ഷൻ എന്നിട്ട് കണ്ടുപിടിക്കുകയും ചെയ്തു n1 ഉം n2. ഓക്കെ, ഇവിടെ നമുക്ക് ഷേപ്പ് ഫംഗ്ഷൻ ബീം എലമെന്റിന് വേണ്ടിയാണ് കൺസിഡർ ചെയ്യാനായിട്ട്. നേരത്തെ ബാർ എലമെന്റ് ആയിരുന്ന സമയത്ത് നമ്മൾ ചെയ്തിരുന്ന അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇപ്പോൾ ബീം എലമെന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ബീം എലമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഹാവിംഗ് സം ലെങ്ത് എൽ എന്ന് പറയുന്ന ലെങ്ത് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ലെഫ്റ്റ് എൻഡിൽ ഒരു നോഡ് ഉണ്ട്, നോഡ് 1, റൈറ്റിൽ ഒരു നോഡ് ഉണ്ട്, നോഡ് 2. രണ്ട് നോഡാണ് ഉള്ളത്. ഇനി ഓരോ നോഡ്സിലും അവൈലബിൾ ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇതൊരു പ്യോർ ബെൻഡിംഗ് ആണെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി ഡിസ്പ്ലേസ്മെന്റ് അലോങ് എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കില്ല. അതായത് u1 എന്ന് പറയുന്നത് ഉണ്ടായിരിക്കില്ല, u2 എന്ന് പറയുന്നത് ഉണ്ടായിരിക്കില്ല. ഓൺലി ദർ ഇസ് v1 ആൻഡ് v2. അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രം ഒരു ഡിസ്പ്ലേസ്മെന്റ് പോസിബിൾ ആയിട്ട് വരും ഡ്യൂ ടു ബെൻഡിംഗ് ഓഫ് v1 ഉം v2 ഉണ്ടായിരിക്കും, u1 ഉം u2 ഉണ്ടായിരിക്കില്ല. ആ u1 u2 അതുകൊണ്ട് ഡയറക്റ്റ്ലി വരച്ചിട്ടുണ്ട്. പിന്നെ ഈ 1 ഉം 2 ഈ രണ്ട് പോയിന്റ്സിലും നമുക്ക് തീറ്റ ഡീഫർമേഷൻ ഉണ്ടായിരിക്കും, θ1 θ2 ഇത് രണ്ടും ഉണ്ടായിരിക്കും. v1 v2 ഉണ്ടായിരിക്കും, θ1 θ2 ഉണ്ടായിരിക്കും. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജനറലൈസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആയ a1 a2 a3 a4 വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഇസ് v is equal to അല്ലെങ്കിൽ u of x is equal to v of x is equal to എങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം v എന്നാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന നൊട്ടേഷൻ, അല്ലെങ്കിൽ v of x എന്ന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ v is equal to a1 plus a2x. ഇത് നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ യൂസ് ചെയ്തത് u എന്നാണ്. u is equal to a1 plus a2x എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ബീം എലമെന്റ് ആയതുകൊണ്ടും 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയതുകൊണ്ടും 4 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് വേണം. a1 a2 a3 a4 കണ്ട 4 കോർഡിനേറ്റ്സ് വന്നു. നേരത്തെ നമ്മൾ ബാർ പറയുമ്പോൾ a1 ഉം a2 മാത്രമേ ഉണ്ടായിരുന്നു, കാരണം 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രമേ ഉള്ളൂ. ഇവിടെ 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയതുകൊണ്ട് നമ്മുടെ ജനറലൈസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് v is equal to a1 plus a2x plus a3x square plus a4x3 എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ എനിക്കതിനെ ഒരു മെട്രിക്സ് ഫോമിലേക്ക് എഴുതാനായിട്ട് ഞാൻ തന്നെ എഴുതുന്നു v of x is equal to മെട്രിക്സ് v of x is equal to ഇതിനെ ഞാൻ മെട്രിക്സ് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തതാണ് 1x x square x cube എന്ന് പറയുന്ന റോ മെട്രിക്സും a1 a2 a3 a4 എന്ന് പറയുന്ന കോളം മെട്രിക്സും. നിങ്ങൾ നോക്കി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇക്വേഷൻ കിട്ടും. v of x is equal to a1 into 1 plus a2 into x plus a3 into x square plus a4 into x cube. ഇതേ ഫോമിൽ തന്നെ കിട്ടും. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതുകയും ചെയ്യാം. ഇനി ഞാൻ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്ന ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഡയഗ്രം നോക്കി പറയാൻ പറ്റും. അറ്റ് x equal to 0 ആണെങ്കിൽ at x equal to 0 ആണെങ്കിൽ നമ്മുടെ v എന്ന് പറയുന്നത് it is equal to v1. And at x equal to 0 നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് it is equal to θ1. അതാണ് എഴുതുന്നത്. v at 0 it is equal to v1, θ at 0 it is equal to θ1. അതേപോലെ v at l it is equal to v2 and θ at l is equal to θ2. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ v എന്ന് പറയുന്നതിന് നമ്മളൊരു ഡെറിവേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. v of x is equal to 1x x square x cube എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലൈഡ് ബൈ a1 a2 a3 a4 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തീറ്റയ്ക്ക് വേണ്ടിയിട്ടും ഇതേപോലെ ഒരു മെട്രിക്സ് ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാം. സോ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് dv by dx ആണ്, അല്ലേ? സോ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു dv by dx dy by dx നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? y എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, വെർട്ടിക്കൽ ഡയറക്ഷൻ. ഓക്കെ, y ഡയറക്ഷൻ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ v എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് dv by dx. ഓക്കെ, സോ തീറ്റ x എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു dv by dx ആണ്. അപ്പോൾ നേരത്തെ നമുക്ക് v ഒരു ഇക്വേഷൻ ഉണ്ട്, ഇതിനെ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ ഈ 1 നെ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു x എന്തായിരിക്കും 0. x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1, 2 x സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x, x ക്യൂബ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x സ്ക്വയർ, ദാറ്റ് ഇൻടു a1 a2 a3 a4 എന്ന് പറയുന്നത്. അപ്പോൾ vx എന്ന് പറയുന്ന ഈ മെട്രിക്സ് ഇക്വേഷനിൽ നിന്നും നമുക്ക് തീറ്റ x എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാൽ ഈ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യാണ്. ഫസ്റ്റ് നമുക്ക് ഈ ബൗണ്ടറി കണ്ടീഷൻസ് വെച്ചിട്ടുള്ള മെട്രിക്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കറിയാം v1 θ1 v2 θ2. v1 എന്ന് പറയുന്നത് at x equal to 0 ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, θ1 എന്ന് പറയുന്നത് at slope at x equal to 0, ഇത് ഡിസ്പ്ലേസ്മെന്റ് at x equal to l, ഇത് ഡിസ്പ്ലേസ്മെന്റ് slope at x equal to l. ഓക്കെ, അപ്പോൾ അത് ഞാൻ v1 അതായത് ഡിസ്പ്ലേസ്മെന്റ് at x equal to 0. അപ്പോൾ x equal to 0 ആയതുകൊണ്ട് തന്നെ ഈ x എവിടേക്ക് ഉണ്ടോ അതൊക്കെ 0 ആക്കി മാറ്റും. അപ്പോൾ 1 0 0 0 a1 a2 a3 a4 അതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ v1 നേരെ 1 0 0 0 a1 a2 a3 a4. ഇനി അടുത്തത് തീറ്റ at x equal to 0 അതാണ് കണ്ടുപിടിക്കുക. θ1 ആണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്, ആ തീറ്റ at x equal to 0 ആണ്. സോ തീറ്റ എക്സിന് ഞാൻ ഡെറിവേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ x 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 0 വരും, 1 വരും, ഇവിടെ 2 into 0 0 3 into 0 0 1 0 0 into a1 a2 a3 a4 വരും. അപ്പോൾ θ1 അവിടെ 0 1 0 0 a1 a2 a3 a4 വന്നു. ഇനി ഇതേപോലെ തന്നെ v2 ന്റെ പ്രത്യേകത എന്താ? at x equal to l ആണ്. അപ്പോൾ ഇവിടെ x ഇരിക്കുന്നിടത്തൊക്കെ l ആക്കുക. 1 l l square l cube into a1 a2 a3 a4 അതായിരിക്കും 1 l l square l cube a1 a2 a3 a4 v2. ഇനി θ2 ന്റെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ θ of x is equal to 0 ന്റെ അവിടെ x നെ l ഇട്ട് കൊടുത്താൽ 0 1 12 3l square 0 1 12 3l square a1 a2 a3. സോ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ ആ മെട്രിക്സ് ഫോർമുലേഷൻ ഡെവലപ്പ് ചെയ്തു. ഫൈൻ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് a1 a2 a3 a4 ഈ a1 a2 a3 a4 വിടുന്നിട്ട് കാര്യമില്ല, ദിസ് ഹാസ് ടു ബി റീപ്ലേസ്ഡ് ആണ്. സോ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് റോ നമുക്ക് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് v1 is equal to ഈ റോയിനെ ഈ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into a1 plus 0 into a2 plus 0 into a3 plus 0 into a4 അതായത് a1 is equal to v1 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ്. ഇനി അടുത്തത് നമുക്ക് സെക്കൻഡ് റോ എടുക്കാം. സെക്കൻഡ് റോ θ1 is equal to സെക്കൻഡ് റോ എടുത്തു കഴിഞ്ഞാൽ 0 into a1 1 into a2 0 into a3 0 into a4 അതായത് a2 is equal to θ1 അല്ലെങ്കിൽ θ1 is equal to a2 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ രണ്ട് റോ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ a1 is equal to v1 എന്നും a2 is equal to θ1 എന്നും കിട്ടും. ഇനി തേർഡ് റോ നമുക്ക് എടുക്കാം. v2 is equal to v2 is equal to എന്ന് പറയുമ്പോൾ
1 ഇൻറ്റു A1 പ്ലസ് L ഇൻറ്റു A2 പ്ലസ് L സ്ക്വയർ ഇൻറ്റു A3 പ്ലസ് L ക്യൂബ് ഇൻറ്റു A4 എന്നാണ് നമുക്ക് കിട്ടുക. ഇതാണ് നോക്കി A1 ഓക്കെ പ്ലസ് A2 ഇൻറ്റു L പ്ലസ് A3 ഇൻറ്റു L സ്ക്വയർ പ്ലസ് A4 ഇൻറ്റു L ക്യൂബ്. കണ്ടോ, ഈ റോയിനെ ഈ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇറ്റ് ഇസ് ഈക്വൽ ടു V2 എന്ന് നമുക്ക് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി അവർ നെക്സ്റ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാം. നെക്സ്റ്റ് അവർ ചെയ്തിരിക്കുന്നത് ഈ A1 എന്ന് പറയുന്നത് V1 ആണ്. സോ ആ A1 എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്നതിനെ V1 വെച്ച് റീപ്ലേസ് ചെയ്തു. പിന്നെ A2 എന്ന് പറയുന്നത് θ1 ആണ്. സോ ആ A2വിനെ അവർ θ1 വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? V1 പ്ലസ് θ1 ഇൻറ്റു L പ്ലസ് A3 ഇൻറ്റു L സ്ക്വയർ പ്ലസ് A4 ഇൻറ്റു L ക്യൂബ് ഇസ് ഈക്വൽ ടു V2 എന്ന് പറഞ്ഞു കിട്ടി. എന്നിട്ട് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ A3 ഇൻറ്റു L സ്ക്വയർ പ്ലസ് A4 ഇൻറ്റു L ക്യൂബ് എന്ന് പറയുന്ന ഇതിന് ഇവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിനും റൈറ്റ് സൈഡിൽ എടുത്തു. അപ്പൊ എന്തായി? V2 മൈനസ് V1 മൈനസ് θ1 ഇൻറ്റു L എന്നായി. V2 ഇവിടെ ഓൾറെഡി ഉണ്ട്, ഈ V1 അങ്ങോട്ട് എടുത്തു, θ1 എല്ലാം അങ്ങോട്ട് എടുത്തു. അതാണ് ഇക്വേഷൻ നമ്പർ 3. Okay, so this is equation number 3. A3 L square plus A4 L cube is equal to V2 minus V1 minus θ1 into L. ഇനി അടുത്തത് നാലാമത്തത് അവർ എടുക്കണം. നാലാമത്തെ റോ എടുക്കണം θ2. θ2 എന്ന് പറയുന്നത് 0 into A1 plus A2 into 1 plus A3 into 2L plus 3L square into A4. അതാണ് അവർ എടുക്കുന്നത്. θ2 is equal to, you can see here, θ1 plus 2A3L plus 3A4 L square is equal to θ2. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2A3L plus 3A4 L square മാത്രം നിലനിർത്തിക്കൊണ്ട് θ1 അങ്ങോട്ട് എടുത്തു, θ2 minus θ1 എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ നമ്പർ 4 ഫോർമുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത്, അപ്പൊ നമുക്ക് A1 A2 എന്താണെന്നൊക്കെ കിട്ടി അല്ലെ. A1 A2 എന്താണ് ഇൻ ടേംസ് ഓഫ് V1 θ1 നമുക്ക് ഇവിടെ കിട്ടി കഴിഞ്ഞു. അപ്പൊ A1ഉം A2ഉം കണ്ടുപിടിക്കണം. അതിന് A3യും A4ഉം മാറ്റിയാൽ മതി അല്ലെ. നമ്മൾ ഈ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ A1 എനിക്ക് V1 ആയിട്ട് റീപ്ലേസ് ചെയ്യാം, A2 എനിക്ക് θ1 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഇനി A3 A4 എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും നോക്കാം. അതിന് വേണ്ടിയിട്ട് വാട്ട് ഐ നീഡ് ടു ഡു ഇസ്, ഞാൻ ഈ തേർഡ് ഇക്വേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ തേർഡ് ഇക്വേഷനിൽ A3 L സ്ക്വയർ പ്ലസ് A4 L ക്യൂബ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ 2A3 L പ്ലസ് 3A4 L സ്ക്വയർ, അതായത് ഇതിനൊരു എല്ലിന്റെ കുറവുണ്ടെന്നോ ഒരു എല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു ദ ഡിഗ്രി ഓഫ് ദിസ് ഇക്വേഷൻ അല്ലെ. അപ്പോ എനിക്ക് വേണമെങ്കിൽ ഈ സെക്കൻഡ് ഇക്വേഷനെ എല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് L സ്ക്വയർ ആയി, ഇത് L ക്യൂബ് ആയി. കണ്ടോ, അപ്പൊ ഇവിടെ L ക്യൂബ് ഉണ്ട്, L സ്ക്വയർ ഉണ്ട്. പക്ഷേ ഇവിടെ 2A3L ആണ്, ഇവിടെ A3L മാത്രമാണ്. ഇവിടെ 3A4L ആണ്, ഇവിടെ A4L മാത്രമാണ്. സോ എനിക്കിപ്പോ ആദ്യം A4 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. A4 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് രണ്ടാമത്തെ ഇക്വേഷനെ L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തായി? ഇവിടെ 2A3L സ്ക്വയറിനായി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2A3L സ്ക്വയറായി. അപ്പൊ ഇവിടെയും 2A3L സ്ക്വയർ, ഇവിടെയും 2A3L സ്ക്വയർ. അപ്പൊ ഇത് രണ്ട് ക്യാൻസൽ ആയി പോകും. എന്നിട്ട് എനിക്ക് A4 സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം. അതായത് മൾട്ടിപ്ലൈ ഇക്വേഷൻ 3/2, ഈ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2A3L സ്ക്വയർ പ്ലസ് 2A4L ക്യൂബ് ഇസ് ഈക്വൽ ടു 2V2 മൈനസ് 2V1 മൈനസ് 2θ1L എന്നാവും. ഇനി ഇക്വേഷൻ 4നെ L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2A3L സ്ക്വയർ ആവും പ്ലസ് 3A4L ക്യൂബ് ഇസ് ഈക്വൽ ടു θ2L മൈനസ് θ1L. ഓക്കെ, അപ്പൊ ഇതും എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അതായത് ഇക്വേഷൻ ഈ ഇക്വേഷനെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3A4L ക്യൂബ് മൈനസ് 2A4L ക്യൂബ് ചെയ്താൽ A4L ക്യൂബ് കിട്ടും. സോ ഇതിനെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ θ2L പ്ലസ് θ1L മൈനസ് ഓഫ് 2V2 പ്ലസ് 2V1 എന്ന് കിട്ടും. നിങ്ങൾ സോൾവ് ചെയ്താൽ കിട്ടും. കാരണം ഇവിടെ 2θ1L ഉണ്ട്, ഇവിടെ θ1L ഉണ്ട്. സോ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ θ1L പോസിറ്റീവ് വരും. പിന്നെ ഇത് മൈനസ് ആകുമ്പോൾ മൈനസ് 2V2 ആവും, ആൻഡ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും 2V1 എന്നാവും. ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷനെ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ A4L ക്യൂബ് ആണ് ഇത്. അപ്പൊ A4 എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/L ക്യൂബ് ഓഫ് ദിസ് വൺ എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി അതേപോലെ തന്നെ എനിക്ക് A3 കണ്ടുപിടിക്കാം. A3 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? സെയിം ഇതേപോലെ തന്നെ A3 കണ്ടുപിടിക്കാം. അതായത് ഇക്വേഷൻ 4 ഇവിടെ ഉണ്ട്, ഇക്വേഷൻ 3 ഇവിടെ ഉണ്ട്. ഒരു കാര്യം ചെയ്താൽ മതി, ഈ ആദ്യത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്തായി? ഇവിടെ 3A4L ക്യൂബ് ആവും, ഇവിടെ ഓൾറെഡി ഇവിടെ 3A4L ക്യൂബ് ആവും. എന്നിട്ട് ഇതിനെ L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെയും 3A4L ക്യൂബ് ആവും. അത് രണ്ടും ക്യാൻസൽ ആവും. അപ്പൊ 3A3L സ്ക്വയർ മൈനസ് 2A3L സ്ക്വയർ വരും. അപ്പൊ A3യുടെ ടേംസ് ആവും. എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് A3 is equal to 1/L square into minus 3V1 plus minus 3V1 minus 2θ1L plus 3V2 minus θ2L എന്ന് നമുക്ക് കിട്ടും. ഇപ്പൊ A4ഉം A3 നമുക്ക് കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആദ്യ ഇക്വേഷൻ V of x is equal to 1x x square x cube. ആദ്യത്തെ ഇക്വേഷൻ ഇത് 1x x square x cube A1 A2 A3 A4 ആണ്. നമ്മൾ A1 A2 A3 A4 നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കിട്ടി കഴിഞ്ഞു. A1 എന്ന് പറഞ്ഞാൽ equal to V1, A2 എന്ന് പറഞ്ഞാൽ θ1 and A3 A4 നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിനെ എനിക്ക് വേറെ രീതിയിൽ മെട്രിക്സ് ആയിട്ട് എഴുതാം. അതായത് ഈ A1 A2 A3 A4 എന്ന് പറയുന്ന ഈ മെട്രിക്സിനെ എനിക്ക് A1 A2 A3 A4 മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ നമ്മൾ ഡെറൈവ് ചെയ്ത A1 A2 A3 A4 നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇതാണല്ലോ A1 A2 A3 A4 എന്ന് പറയുന്നത്. ഇതിനെ എനിക്ക് വേറെ രീതിയിൽ ഒരു കോമ്പിനേഷൻ ഓഫ് മെട്രിക്സ് ആയിട്ട് എഴുതാം. A1 A2 A3 A4 is equal to ആദ്യം വരുന്നത് V1 ആണല്ലോ. സോ 1 0 0 0 into V1 θ1 V2 θ2. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത A1 is equal to ഇവിടെ കിട്ടിയ അതേ ആൻസർ ആണ് കേട്ടോ. അതായത് A1 ആണല്ലോ ഇത്, A1 is equal to V1 തന്നെ എഴുതാം. നിങ്ങൾ നോക്കിയൊക്കെ 1 into V1 plus 0 into θ1 plus 0 into V2 plus 0 into θ2. ബാക്കി നിൽക്കുന്ന എന്താ? V1 മാത്രമേ കിട്ടും. സോ അതെങ്കിലും ഇത് V1 മാത്രമേ ബാക്കി നിൽക്കൂ. ഇനി സെക്കൻഡ് റോ A2 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0 into V1 0, 1 into θ1, 0 into V2, 0 into θ2. ബാക്കി എന്താണ്ടാവും? 1 into θ1 മാത്രം, അതായത് θ1. അപ്പൊ എനിക്ക് ഈ ഒരു മെട്രിക്സിനെ ഈ V1 എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഈ ഒരു മെട്രിക്സ് ഇൻറ്റു ഇങ്ങനെ എഴുതാം ഇവിടെ. അതേപോലെ θ1 എഴുതുന്നതിന് പകരം എനിക്ക് ഈ റോ 0 1 0 0 into V1 θ1 V2 θ2 അങ്ങനെ എഴുതാം. അതേപോലെ ഈ റോയിനെ എനിക്ക് ഈ രണ്ട് മെട്രിക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഈ മെട്രിക്സിലെ ഈ റോയും ഈ കോളമും മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, മൈനസ് 3/L സ്ക്വയർ ആദ്യത്തെ ടേം
അതായത് V1 ആണല്ലോ ഏറ്റവും ആദ്യം V1 θ1 V2 θ2. ഓക്കെ, അപ്പോൾ V1ന്റെ കോയിഫിഷ്യന്റ് എന്താ -3/L², അത് ആദ്യം എടുത്തത് -3/L². അടുത്ത θ1ന്റെ കോയിഫിഷ്യന്റ് ഏതാ? θ1ന്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് -12/L² അഥവാ -2/L ആണ്, -2/L. അതേപോലെ V2ന്റെ കോയിഫിഷ്യന്റ് എന്താ 3/L², അപ്പോൾ 3/L². അതേപോലെ θ2ന്റെ കോയിഫിഷ്യന്റ് എന്താ -L/L², അതായത് -1/L. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഈ ഒരു മെട്രിക്സിനെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ ആദ്യത്തെ ഇക്വേഷനിൽ ഇങ്ങനെയാണല്ലോ വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 x² x³ A1 A2 A3 A4 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിനെ എനിക്ക് ആ കോമ്പിനേഷൻ മെട്രിക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അതാണ് അടുത്ത് ചെയ്തത്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് ദിസ് മെട്രിക്സ് ഇൻ ഇക്വേഷൻ നമ്പർ 1 x² x³ A1 A2 A3 A4 പകരം ഞാൻ ഈ രണ്ടെണ്ണം കൂടെ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ഇൻടു V1 θ1 V2 θ2. ഈ V1 θ1 V2 θ2 എന്ന് പറയുന്നത് UI മെട്രിക്സ് ആണ് അല്ലെ. അതിനർത്ഥം ഇവിടെ വരാൻ പോകുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഷേപ്പ് ഫംഗ്ഷൻ മെട്രിക്സ് ആണ്. ഓക്കെ, അതായത് ജനറലൈസ്ഡ് ഇക്വേഷൻ ഫോർ V ഇറ്റ് ഇസ് ഈക്വൽ ടു ഷേപ്പ് ഫംഗ്ഷൻ മെട്രിക്സ് ഇൻടു നോഡിന്റെ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്സ്. അങ്ങനെയാണല്ലോ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ഷേപ്പ് ഫംഗ്ഷൻ ഇൻടു നോഡൽ ഡിസ്പ്ലേസ്മെന്റ്സ്. ഇതാണ് നോഡൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഓഫ് സ്ലോപ്സ്. അപ്പൊ അതിന്റെ പ്രീഡിസസർ ആയിട്ട് വരുന്ന ഇതെന്ന് പറയുന്നത് ഷേപ്പ് ഫംഗ്ഷൻ ആയിരിക്കും. N1 N2 N3 N4 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, സോ 4 ഷേപ്പ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ റോയിനെ ആദ്യത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് N1. ഈ റോയിനെ രണ്ടാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് N2. ഈ റോയിനെ മൂന്നാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് N3. ആൻഡ് ഈ റോയിനെ നാലാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് N4. അങ്ങനെ കണ്ടുപിടിച്ച N1 N2 N3 N4 ആണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഷേപ്പ് ഫംഗ്ഷൻസ് ഒന്ന് വരച്ച് നോക്കാം. ആ ഷേപ്പ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ കാണാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ N1 എടുത്തു വിചാരിക്കാം. N1 ഇങ്ങനെയാണ് 1 - 3x² L² + 2x³ L³ എന്നാണ് N1 നമുക്ക് കിട്ടുന്നത്. സോ ഈ N1 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വി കൻ ഡു ഇസ് നമുക്ക് N1 X-ന് 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ X-ന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ആവും, 1 മാത്രം ബാക്കി നിൽക്കും. അറ്റ് X = 0 N1 = 1 എന്ന് കിട്ടും. അതാണ് ഈ വരച്ചിരിക്കുന്നത് കണ്ടോ. X = 0 N1 ഒരു വാല്യൂ ഉണ്ട്, ഇറ്റ് = 1. ഇനി X-ന് L ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ L² ക്യാൻസൽ ആവും, L³ ക്യാൻസൽ ആവും. സോ 1 + 2 - 3 = 0. അപ്പോൾ N1 എന്ന് പറയുന്നത് അറ്റ് X = L ൽ 0, അതായത് X = 0 1 അറ്റ് X = L ൽ 0. അപ്പോൾ ഒരു പാരബോളിക് ആയിട്ടുള്ള കർവ് ഇങ്ങനെ കാണും. സ്ട്രൈറ്റ് ലൈൻ അല്ല, കാരണം X² X2 ഒക്കെ വരുന്നത്. ഓക്കെ, പാരബോളിക് ആയിട്ട് ജോയിൻ ചെയ്യാം. ഇതേപോലെ N2 നമുക്ക് വരയ്ക്കാം. N2 നമുക്ക് കർവ് എടുക്കാനാണെങ്കിൽ N2 നമുക്ക് വരയ്ക്കാനാണെങ്കിൽ ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻ. ഇതിൽ X-ന് 0 ആദ്യം ഇട്ട് കൊടുക്കുക. X-ന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 0 0 ഇൻടു L 0. അപ്പോൾ N2 X = 0 ൽ 0 ആയിരിക്കും. ഇനി L ഇട്ട് കൊടുക്കാം. L/L 1, ഇത് L² L² 1, സോ 1 - 2 - 1, ഇത് +1, സോ 0. അപ്പോൾ N2 = 0 ആയിരിക്കും L. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഒരു കർവ്. ഓക്കെ, പക്ഷേ ഈ കർവ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ആയിരിക്കണം ഹയർ പീക്ക് വേണ്ടത്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അത് ഫ്ലാറ്ററായി വരും. കണ്ടോ, ഇങ്ങോട്ട് ഒരു പുഷ് ചെയ്യും N2 θ1ലേക്ക്, θ2ലേക്ക് ആയിരിക്കും N4. കണ്ടോ, ഇങ്ങനെ ഒരു പുഷ്. ഓക്കെ, സോ N3 N4 നമുക്ക് അതേപോലെ തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. സോ ഈ ഷേപ്പ് ഫംഗ്ഷൻസ് കൂടെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഫൈൻ, ഇതാണ് നിങ്ങളുടെ ഷേപ്പ് ഫംഗ്ഷൻസ് ഫോർ ഒരു ബീം എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തത്.